നമുക്കെല്ലാവർക്കും ബിഗ് ബോസിനെ പറ്റി അറിയാം. നമ്മൾ ആ പരിപാടി അങ്ങനെ കുത്തിയിരുന്ന് കാണാറില്ലെങ്കിലും ഈ ഒരു പരിപാടിയുണ്ട്, ഇതൊക്കെയാണ് അതിനകത്ത് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഒരു ഐഡിയ ഉണ്ടല്ലോ. ഒരു വീട്, അതിനകത്ത് ഒത്തിരി ക്യാമറാസ് പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ജീവിക്കാനായിട്ട് കുറേ ആളുകളെ കയറ്റി വിടുന്നു. അവർ ആ വീടിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ടും അല്ലാതെയും കാണാൻ പറ്റുന്നു. ഇതേപോലെ തന്നെയുള്ള ഒരു സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എന്നാൽ ഇവിടെ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഇതിന്റെ സെൻട്രൽ ക്യാരക്ടറിന് താൻ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിലാണെന്നുള്ള കാര്യം അറിയത്തില്ല. ആക്ച്വലി പുള്ളിക്കാരൻ ജനിച്ചപ്പോൾ മുതലേ ഈ റിയാലിറ്റി ഷോയുടെ ഭാഗമാണ്. പുള്ളിക്കാരൻ ഈ ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമാണെന്ന് അറിയാത്തതായിട്ട് പുള്ളി മാത്രമേ ഉള്ളൂ. ലൈവായിട്ട് ഒരാളുടെ ജീവിതം, അയാൾ ജനിച്ചപ്പോൾ മുതലുള്ള അയാളുടെ ജീവിതം ഇങ്ങനെ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഈ ഒരു കൺസെപ്റ്റുമായി വന്ന ഒരു അടിപൊളി സിനിമയാണ് 1998 റിലീസായ ദ ട്രൂമാൻ ഷോ. നമ്മുടെ ജിം ക്യാരിയാണ് ഇതിലെ നായകൻ. പുള്ളിക്കാരൻ ഏത് ലെവലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പൊ കാണുന്ന ഇദ്ദേഹത്തെ കണ്ടില്ലേ, ഇദ്ദേഹമാണ് ട്രൂമാൻ ഷോ എന്ന ആ റിയാലിറ്റി ഷോയുടെ ഡയറക്ടർ. ഒരു ഐലൻഡ് മൊത്തത്തിൽ വിലക്കെടുത്ത് അവിടെ ട്രൂമാൻ എന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഈ ഷോയിൽ ഫേക്ക് ആയിട്ടുള്ള പരിപാടിയൊന്നുമില്ല, എല്ലാം റിയലാണ്, ഇത് ജീവിതമാണ് നിങ്ങൾ കാണുന്നത് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇദ്ദേഹമാണ് ട്രൂമാൻ. രാവിലെ എണീറ്റ് ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാണ്. രാവിലെ എണീറ്റ് ഇങ്ങനെ കണ്ണാടി നോക്കിയിരിക്കുന്നത് കണ്ടില്ലേ. ട്രൂമാനെ സംബന്ധിച്ചിടത്തോളം അതൊരു കണ്ണാടിയാണ്, എന്നാൽ ശരിക്കും അതൊരു ക്യാമറയാണ്. വീട്ടിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഈ ക്യാമറാസ് വെച്ചിട്ടുണ്ട്. ട്രൂമാൻ എന്തൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റും. വീട്ടിൽ നിന്ന് മാത്രമല്ല, നാട്ടിൽ മൊത്തം, ആ ഐലൻഡ് മൊത്തം പല പല സ്ഥലങ്ങളിൽ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും ഒരു ക്യാമറാസ് വെച്ചിട്ടുണ്ട്. ബിഗ് ബോസ് പോലുള്ള ഷോസിന്റെ കാര്യത്തിൽ പറയുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് അറിയാം തങ്ങൾ ഇങ്ങനൊരു മത്സരത്തിൽ പങ്കെടുക്കുവാണ്, തങ്ങൾക്ക് ചുറ്റും ക്യാമറാസ് ഉണ്ട്, തങ്ങളിലൂടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയാം. എന്നാൽ ട്രൂമാനെ സംബന്ധിച്ചിടത്തോളം അവന് സത്യം അറിയില്ല. പുള്ളിക്കാരൻ എന്തൊക്കെ ചെയ്യുന്നു ആളുകൾ അത് ലൈവായിട്ട് കാണുന്നുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ട്രൂമാൻ ചെയ്യുന്ന കുറച്ച് വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പൊതുവിൽ നമ്മൾ പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ചെയ്യുന്നത് എല്ലാവരും കാണുന്നുണ്ട്. സംടൈംസ് നമ്മളാണെങ്കിലും കണ്ണാടിയിൽ നോക്കിയിരുന്ന് നമ്മുടെ കുറെ വിയേർഡായിട്ടുള്ള ചിന്തകളിലോട്ട് മുഴുകി അങ്ങനെ ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാറില്ലേ. രാവിലെ തന്നെ ഓരോന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ തീരുമാനിച്ചു വെക്കാറില്ലേ. അത്തരത്തിലുള്ള ട്രൂമാന്റെ ചിന്തകളൊക്കെ എല്ലാവരും ലൈവായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇവളാണ് ട്രൂമാന്റെ ഭാര്യയായിട്ട് ഈ റിയാലിറ്റി ഷോയിൽ അഭിനയിക്കുന്ന ആള്. ഈ ക്യാരക്ടറിന്റെ പേര് മിറിൽ. പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ലൈഫ്, ട്രൂമാൻ ഷോയാണ് ലൈഫ്. എല്ലാവർക്കും അറിയാവുന്ന തന്റെ പബ്ലിക് ലൈഫ് ഇതാണ്. ഈവൻ മാർലോൺ, ട്രൂമാന്റെ ഉറ്റ സുഹൃത്ത്, റിയൽ ഫ്രണ്ട് അല്ല, ഈ ഒരു ഷോയ്ക്ക് വേണ്ടി ട്രൂമാന്റെ ഉറ്റ സുഹൃത്തായിട്ട് അഭിനയിക്കുന്ന വ്യക്തി. ഇവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഈ ഷോ ഫേക്ക് അല്ല, ഇത് റിയൽ ആണ്, ഇത് ലൈഫാണ്. ഒരാളുടെ ജീവിതം എങ്ങനെയാണ് നമ്മൾ കാണിച്ചു തരുവാണ് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഷോയെ ന്യായീകരിക്കുകയാണ്. എത്രയൊക്കെ ന്യായീകരിച്ചാലും ഒരാളുടെ ജീവിതത്തെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് അവരറിയാതെ അവരെ എല്ലാവരെയും മാച്ച് ചെയ്യുന്ന പരിപാടി അത് അത്ര ശരിയായിട്ടുള്ള പരിപാടിയല്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇന്നെന്തായാലും ട്രൂമാൻ ഷോ തുടങ്ങിയിട്ട് 1909 ദിവസമാണ്. അതായത് ഏതാണ്ട് 10-29 വർഷമായിട്ട് ഈ ഷോ ഇങ്ങനെ റൺ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. രാവിലെ ജോലിക്ക് പോകാൻ തയ്യാറായി പുറത്തു വരുന്ന ട്രൂമാൻ തന്റെ അയൽക്കാരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, അവരും ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഉടനെ നമ്മുടെ ട്രൂമാൻ, ഇൻ കേസ് എനിക്ക് ഇന്ന് നിങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ് എന്ന് എല്ലാം മുൻകൂറായിട്ട് പറഞ്ഞു വെച്ചിട്ട് ജോലിക്ക് പോകുന്നു. എല്ലാ ദിവസത്തെയും പതിവ് പോലെ അയൽവാസിയുടെ ഡോഗ് ഓടി വന്ന് ട്രൂമാന്റെ മേത്ത് വലിച്ചു കയറുന്നു. ട്രൂമാൻ അത് ഒട്ടും ഇഷ്ടമല്ല. ഈ ഡോഗിന്റെ പേര് പ്ലൂട്ടോ. അതിന്റെ ഓണറുടെ കയ്യിലിരിക്കുന്ന ആ വേസ്റ്റ് ബിൻ കണ്ടില്ലേ, അതിലും ഒരു ക്യാമറയുണ്ട്. ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം ക്യാമറാസ് വെച്ചിട്ടുണ്ട്. പള്ളിയിലും പറമ്പിലും വീടിനകത്തും ബെഡ്റൂമിലും വരെ ക്യാമറ വെച്ചിട്ടുണ്ട്. പ്ലൂട്ടോയുടെ ഓണറുടെ ഡോഗിനെ വിളിച്ച് അവിടുന്ന് മാറിപ്പോയി. ദെൻ നമ്മുടെ ട്രൂമാൻ അവന്റെ കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ എന്തോ ഒരു സാധനം മുകളിൽ നിന്ന് തെറിച്ചു വന്ന് താഴെ വീഴുന്നുണ്ട്. അതെന്താ സംഭവം എന്നറിയാൻ ട്രൂമാൻ അടുത്തിയെന്ന് അത് എടുത്തു നോക്കുമ്പോൾ അതൊരു കൈൻഡ് ഓഫ് ലൈറ്റ് ആയിരുന്നു. സ്റ്റുഡിയോസിലൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റ്. സംഭവം ഈ ഷോ നടക്കുന്നത് ഒരു ഐലൻഡിലാണ്. ഇത് മൊത്തത്തിൽ ഒരു സ്റ്റുഡിയോ സെറ്റപ്പാണ്. ടെക്നിക്കലി എന്തോ പ്രശ്നം ഉണ്ടായി ഈ സാധനം അങ്ങ് താഴെ വീണുപോയി. നമ്മുടെ ട്രൂമാന്റെ തലയിൽ വീഴാഞ്ഞത് ഭാഗ്യം. ദെൻ ട്രൂമാൻ അവന്റെ കാറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. അവൻ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് പോകുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും റിയൽ ആണല്ലോ. കാറിലെ FM-ല് ഇന്ന പോലെ മുകളിൽ നിന്ന് തെറിച്ച് താഴെ വീണ ആ സാധനത്തെ പറ്റിയുള്ള ന്യൂസ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഈ ഐലൻഡിന് മുകളിലൂടെ പോയ ഒരു എയർക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു സാധനം തെറിച്ച് താഴെ വീണു. അതുകൊണ്ട് ആർക്കും പ്രശ്നമൊന്നും പറ്റിയില്ല, ഒരാൾക്കും അപകടമില്ലെന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. ട്രൂമാന് സംശയം വരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് മാനേജ് ചെയ്തു. ഇവിടെ ട്രൂമാൻ കാണുന്നത് ഒന്നും തന്നെ റിയൽ അല്ലെന്ന് പറയാം. അവന് ചുറ്റുപാടുള്ള ആളുകളെല്ലാം അഭിനയിക്കുവാണ്. ആ FM റേഡിയോ ആണെങ്കിലും അവന് കിട്ടുന്ന എല്ലാ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻസും എല്ലാം ഫേക്കാണ്. എല്ലാം ആ ഡയറക്ടറുടെ പ്ലാൻ അനുസരിച്ച് ഇവർ സെറ്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതെല്ലാം ഒരു സൈഡ്. എന്നാലും ഈ 24 hours ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൈവായിട്ട് ഷോ റൺ ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ഇവർക്കൊക്കെ കാശ് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇത് റൺ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ പണം വേണമല്ലോ. അതിനും ഷോയ്ക്കുള്ളിൽ തന്നെ ഇവർ കുറേ കൊമേഴ്ഷ്യൽ ഐഡിയാസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ട്രൂമാൻ രാവിലെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ 2 അപ്പൂപ്പന്മാർ വന്നിട്ട് അവനെ ഒരു പ്രത്യേക സ്ഥലത്ത് പിടിച്ചു നിർത്തി അവനോട് സംസാരിക്കും. എല്ലാ ദിവസവും ഇവർ ഇതേ പരിപാടി തന്നെ ചെയ്യുന്നത് കേട്ടോ. രാവിലെ ട്രൂമാനെ കാണുമ്പോൾ എന്തൊക്കെയുണ്ട് ട്രൂമാൻ എന്നൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കും. ബട്ട് ആക്ച്വലി അവിടെ ക്യാമറയുടെ ഫോക്കസ് ട്രൂമാന്റെ പുറകിലുള്ള ബോർഡിലേക്കാണ്. അത് ഈ ഷോയ്ക്ക് വേണ്ടി പരസ്യം ചെയ്യുന്ന കമ്പനിയുടെ ബോർഡാണ്. ഇതുപോലെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഇവർ പരസ്യം ചെയ്യും. ഡെയിലി ഒരേ കാര്യങ്ങൾ തന്നെയാണ് ട്രൂമാൻ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് പറയാം. വളരെ റെയറായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്നതല്ലാതെ, ഇന്നിപ്പോൾ ആ ഒരു ലൈറ്റ് പൊട്ടി വീണ് അതുപോലെയുള്ള ചെറിയ ഇൻസിഡന്റുകൾ ഉണ്ടാകുന്നതല്ലാതെ ബാക്കി എല്ലാം പെർഫെക്റ്റ് ആണ്. ഒരേപോലെ തന്നെയാണ് ട്രൂമാന്റെ ലൈഫിൽ സംഭവിക്കുന്നത്. അതായത് സ്ക്രിപ്റ്റിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് പോകുന്നു. രാവിലെ ആ ഗുഡ് മോർണിംഗ് പറയുന്നതാണെങ്കിലും, ഓഫീസിലേക്ക് പോകുമ്പോൾ അപ്പൂപ്പന്മാർ പിടിച്ചു നിർത്തി ആ ബോർഡിന്റെ അവിടെ വെച്ച് തന്നെ സംസാരിക്കുന്നതാണെങ്കിലും, ഡേ ടു ഡേ ലൈഫ് ഇതിലും ബോറാവാൻ വേറൊന്നും വേണ്ടല്ലോ. എല്ലാവരും ഒരേ കണക്ക് തന്നെ. വളരെ ചെറുപ്പം മുതലേ ഒരു പ്രത്യേക
പ്രത്യേക രീതിയിൽ സാധാരണ ആളുകൾ ജീവിക്കുന്ന പോലെ അല്ലാത്തൊരു രീതിയിലാണ് ട്രൂമാനെ വളർത്തി കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും ഇങ്ങനെ ഒരേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ആയിട്ട് സംഭവിക്കുന്നത് അവന് നന്നായിട്ട് ബോറടിക്കുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് ഈ ഐലൻഡിൽ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിജി ഐലൻഡ്സിലേക്ക് പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓഫീസിൽ വന്ന് രഹസ്യമായി ആരും കാണാതെ ട്രൂമാൻ ഫിജി ഐലൻഡ്സിലേക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. പുള്ളിയുടെ വിചാരം രഹസ്യമായിട്ടെന്ന്, ബട്ട് എല്ലായിടത്തും ക്യാമറാസ് ഉണ്ട്. ഇവൻ എന്തൊക്കെ ചെയ്താലും എല്ലാവരും അറിയും. ഹലോ, ഫിജി ഐലൻഡ്സ് അല്ലേ? എനിക്ക് സിൽവിയ ഒന്ന് കിട്ടുമോ? സാർ സിൽവിയയോ? അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ സാർ. വാട്ട്, സിൽവിയ എന്നാരും ഇല്ല? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡെസ്പായി അവൻ കോൾ കട്ട് ചെയ്തു. അതായത് നമ്മുടെ ട്രൂമാന് ഫിജി ഐലൻഡ്സിലുള്ള സിൽവിയ എന്ന ആരെയോ ഒരാളെ അറിയാം. എങ്ങനെയോ അങ്ങനെ ഒരാളെ പറ്റി ഇവൻ അറിഞ്ഞു. ആ വ്യക്തി ഫിജി ഐലൻഡ്സിലാണുള്ളതെന്ന് ഇവൻ വിചാരിക്കുന്നു. ബട്ട് അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി അവർക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത്. എന്നാൽ അത് സത്യമായിരിക്കുമോ? ഒരു ചാൻസും ഇല്ല. ഇവൻ ഇവിടുന്ന് ഫോൺ ചെയ്തെടുത്തത് ഈ ഐലൻഡിലുള്ള ആരെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും. ഈ ഷോയുടെ ക്രിയേറ്റേഴ്സ് ആരെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും. ദെൻ ട്രൂമാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മാഗസീനിലുള്ള ലേഡി മോഡൽസിന്റെ കണ്ണുകൾ പുള്ളിക്കാരൻ കീറിയെടുക്കുന്നുണ്ട്. എന്താണോ അവൻ്റെ ഉദ്ദേശം. ഇങ്ങനെയൊക്കെ സ്ഥിരം ചെയ്യാറുണ്ട്. ദെൻ ട്രൂമാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു ഫയൽ കൊണ്ടു കൊടുത്ത്, ട്രൂമാൻ നീ ഹാർബർ ഐലൻഡിൽ പോയി ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അല്ല, അത് ഞാൻ പോണോ? എനിക്ക് ഡെന്റിസ്റ്റിനെ കാണാൻ പോകണമായിരുന്നു. അതൊക്കെ പിന്നെ പോയാൽ മതി, അതല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇത് വർക്കിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നീ പോയേ പറ്റൂ. നമ്മുടെ ട്രൂമാന് ഹാർബർ ഐലൻഡിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. ഒട്ടും താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എന്തോ പേടി പോലെ. ബിക്കോസ് ഈ ഐലൻഡിൽ നിന്ന് അടുത്ത ഐലൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കടൽ മാർഗം വെള്ളത്തിലൂടെ പോകേണ്ടി വരും. പുള്ളിക്ക് അത് ഒട്ടും പറ്റൂല. അതിന് വ്യക്തമായ കാരണമുണ്ട്. ഇപ്പം തന്നെ ട്രൂമാൻ അങ്ങോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും നല്ല പേടിയാണെങ്കിലും അവൻ്റെ ജോലിയുടെ കാര്യം ഓർത്ത് അങ്ങോട്ട് പോകാനായിട്ട് ബോട്ടിൽ കയറാൻ ചെല്ലുന്നുണ്ടെങ്കിലും ബോട്ടിൽ കയറാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ആ വെള്ളമൊക്കെ കണ്ടപ്പോഴേക്കും ബോട്ടിന്റെ പരിസരത്തോട്ട് പോകാനേ അങ്ങ് മടിച്ചു. പേടിച്ച് തിരിച്ചുപോയി. തിരിച്ച് വീട്ടിൽ ചെന്ന് അവിടെ ഗാർഡനിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഭാര്യ ഒരു കത്തിയും കൊണ്ടുവരും. സംഭവം കൊമേഴ്ഷ്യൽ ആടാണ് ഉദ്ദേശം. ഹായ് ഹണി, ഈ കത്തി നോക്കൂ, ഇതൊരു ഡൈസർ ഗ്രേറ്റർ ഫീൽഡറാണ്, എല്ലാം ഒന്നിച്ചുള്ളൊരു കത്തി. ശരിക്കും? വാവ്, ദാറ്റ്സ് അമേസിംഗ് എന്ന് ട്രൂമാനും. അവൻ അറിഞ്ഞുകൊണ്ടല്ലോ ഇവളിങ്ങനെയൊക്കെ പറയുന്നത് പ്രൊമോഷനാണെന്ന്. അവൾ മാത്രമല്ല, വൈകുന്നേരം രാത്രി ട്രൂമാൻ അവൻ്റെ ഉറ്റ സുഹൃത്തിനോട് സംസാരിക്കാൻ ചെന്നിരിക്കുമ്പോൾ പുള്ളിക്കാരനും ഇതുപോലൊരു ബിയറിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വാവ്, വാട്ട് എ ഗംഭീര ബിയർ. ട്രൂമാന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? ഇപ്പൊ ഇവൻ ജീവിക്കുന്ന ഈ ഐലൻഡ് വിട്ട് ഫിജി ഐലൻഡിലേക്ക് പോകണം. അതിന് ഒരുപാട് പൈസ ആവശ്യമാണ്. അത് അവനറിയാം. അവൻ്റെ ബുദ്ധിമുട്ടുകളും ആ പൈസയുടെ കാര്യങ്ങളും അതേപോലെ ഫിജി ഐലൻഡിലേക്ക് പോകണമെന്നുള്ള കാര്യമൊക്കെ അവന്റെ സുഹൃത്തിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ സുഹൃത്താവട്ടെ, എടാ നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഇവിടെ നിനക്ക് അടിപൊളി ജോലിയല്ലേ ഉള്ളത്, ആവശ്യത്തിന് പണം കിട്ടുന്നുണ്ട്, നീ ഹാപ്പിയാണ്, നിന്റെ ജീവിതം മൊത്തത്തിൽ അടിപൊളിയല്ലേ, പിന്നെ എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് ഫിജി ഐലൻഡ്സിലേക്ക് പോകുന്നത്? അവിടെ നിന്റെ കാരാണുള്ളത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ട്രൂമാന്റെ മനസ്സിലുള്ള ആഗ്രഹം ഇല്ലാതാക്കാനാണ് ഇവന്റെ ശ്രമം. കാരണം ട്രൂമാൻ ഈ ഐലൻഡിൽ ഇരിക്കുന്നിടത്തോളം മാത്രമേ ഈ ഷോ റൺ ആവൂ. ട്രൂമാൻ ഷോയുടെ ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ മരിക്കുന്നത് വരെ ഈ ഐലൻഡിൽ ഉണ്ടാവണം. അവർക്ക് ഈ ഷോയിൽ ഇവന്റെ ലൈഫ് ടൈം മൊത്തം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ട് പോകണം. എന്നാൽ ഒരു മനുഷ്യജീവി എന്നൊരു കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനോട് നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നത്തില്ല. ഒരുമാതിരി തടങ്കലിട്ട് ജീവിതം മൊത്തം അങ്ങനെ ആക്കി കളയാൻ തോന്നില്ല. ഇവിടെ ഇപ്പോൾ ട്രൂമാനും ആ ഒരു വീർപ്പ് കൊണ്ടിൽ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. അവന്റെ ലൈഫിൽ ഇത്രയും നാൾ 10-29 കൊല്ലമായിട്ട് ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജീവിച്ച് വന്ന് ആ ഒരു മടുപ്പ് കാരണം പുള്ളിക്കാരനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനേ തോന്നാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ശേഷം ഒറ്റയ്ക്ക് ഒരു ബീച്ചിൽ ചെന്നിരിക്കുന്നു. ഈ സമയം പഴയ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ആലോചിച്ചെടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ ഇവൻ വെള്ളം കണ്ടപ്പോൾ പേടിച്ച് തിരിച്ചു പോകുന്നത്, ബോട്ടിൽ കയറാതെ തിരിച്ചു പോകുന്നത്. എന്തുകൊണ്ടാണ് ട്രൂമാന്റെ മനസ്സിൽ അങ്ങനെ ഒരു പേടി, വെള്ളം കാണുമ്പോൾ അങ്ങനെ ഒരു പേടി വന്നത്? എന്നാൽ ട്രൂമാന്റെ ചെറിയ പ്രായത്തിൽ അവൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു ബോട്ടിൽ കടലിൽ പോയിരുന്നു. ചെറുപ്പത്തിലൊക്കെ അവൻ ഈ കടലിൽ പോകുന്നത് ഭയങ്കര താല്പര്യമുള്ള പരിപാടിയായിരുന്നു. വെള്ളത്തിലിറങ്ങണം, കടലിൽ പോകണം, കളിക്കണം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. അന്നൊരിക്കൽ അച്ഛനോടൊപ്പം ഇതുപോലെ കടലിൽ പോയപ്പോൾ വലിയ തരത്തിലുള്ള കാറ്റുണ്ടായി. ഇവരുടെ ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അവന്റെ അച്ഛൻ വെള്ളത്തിൽ വീണു, അദ്ദേഹം അങ്ങനെ മരണപ്പെട്ടു. ട്രൂമാൻ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവനെ കൊണ്ട് സാധിച്ചില്ല. ആ ഒരു പേടിയാണ് ട്രൂമാന്റെ മനസ്സിൽ. എപ്പോൾ വെള്ളം കണ്ടാലും പുള്ളിക്കാരൻ അതിനെപ്പറ്റിയാണ് ഓർക്കുന്നത്. എന്നാൽ ശരിക്കും ട്രൂമാന്റെ അച്ഛൻ മരിച്ചുപോയോ? ട്രൂമാന്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം പോലും നമുക്കറിയത്തില്ല. ട്രൂമാന്റെ അച്ഛനായിട്ട് അഭിനയിച്ച ആ വ്യക്തിയാണ് വെള്ളത്തിൽ വീണ് പോകുന്നത്. അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. എന്തുകൊണ്ടാണ് അന്നങ്ങനെ സംഭവിച്ചതെന്നാൽ ട്രൂമാന് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി വെള്ളത്തിലൂടെ ഈ ഐലൻഡിൽ നിന്ന് പുറത്തു പോകാന്നുള്ളതല്ലേ. ഇവന്റെ മനസ്സിൽ എപ്പോഴെങ്കിലും ഈ ഐലൻഡിൽ നിന്ന് പുറത്തു പോകണമെന്നൊരു ആഗ്രഹം തോന്നിയാൽ അത് ഈ ക്രിയേറ്റേഴ്സിന് പ്രശ്നമാണ്. ട്രൂമാന്റെ മനസ്സിലുള്ള ആ ആഗ്രഹം ഇല്ലാണ്ടാക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ഇങ്ങനെ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്തു. ശരിക്കും ആ ആക്ടർ മരിച്ചു പോയിട്ടൊന്നുമില്ല. ബട്ട് അങ്ങനെ ഒരു സ്ക്രിപ്റ്റിലൂടെ ട്രൂമാന്റെ മനസ്സിൽ വലിയൊരു പേടി ജനിപ്പിക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ അവന് വെള്ളം കാണുമ്പോൾ അങ്ങനെ പേടി തോന്നും. അതുകൊണ്ട് തന്നെ അവൻ ഈ ഐലൻഡിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകത്തില്ല. ഇന്നും ആ പേടി ട്രൂമാനെ വിടാതെ പിന്തുടരുന്നു. ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഐലൻഡിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മഴ പെയ്യുന്നത്. എന്നാൽ വെരി സർപ്രൈസിംഗ്ലി കറക്റ്റ് ഇവൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് മാത്രമാണ് മഴ പെയ്യുന്നത്. കാര്യം എന്താണെന്ന് നമുക്കറിയാലോ. കാരണം ഇതെല്ലാം പ്ലാൻഡ് ആണ്. ഇവിടെ പെയ്യുന്ന മഴ പോലും സ്റ്റുഡിയോയിൽ നിന്ന് അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ട്രൂമാൻ അങ്ങ് ഞെട്ടിപ്പോയി. അവന്റെ മനസ്സിൽ കുറേ സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്നാൽ അധികം വൈകാതെ സ്റ്റുഡിയോയിലുള്ള ഒരു ടെക്നിക്കൽ ഗ്ലിച്ചൊക്കെ പരിഹരിച്ച് എല്ലായിടത്തും ഒരേപോലെ മഴ പെയ്യുന്നുണ്ട്. സ്റ്റിൽ നമ്മുടെ ട്രൂമാന്റെ മനസ്സിൽ ആ സംശയമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ചെറിയ തരത്തിൽ റിയാലിറ്റിയെ തന്നെ അവൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. തനിക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ അപാകതയുണ്ടെന്ന് അവൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. തന്നെ അടുത്ത ദിവസം അതുപോലെ രാവിലെ എണീറ്റ് ജോലിക്ക് പോകാൻ റെഡിയായി അയൽവാസികളോട് ഗുഡ് മോർണിംഗ്, ഇനി കണ്ടില്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് എല്ലാം പറഞ്ഞ് എല്ലാ ദിവസവും പുള്ളിക്കാരൻ പത്രം വാങ്ങാനായിട്ട് ചെല്ലുന്ന അതേ ഷോപ്പിൽ ചെന്ന് പത്രം വാങ്ങി കൂടെ ഒരു മാഗസീൻ വാങ്ങി. മാഗസീൻ ആക്ച്വലി വാങ്ങിയത് എന്തിനാണെന്ന് നമുക്കറിയാം. നേരത്തെ കണ്ട പോലെ അതിലുള്ള ലേഡി മോഡൽസിന്റെ ഒക്കെ കണ്ണുകൾ അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇങ്ങനെ കീറിയൊക്കെ എടുക്കാറുണ്ട് പുള്ളി. ഇങ്ങനെയൊക്കെ പത്രവും മാഗസീനും വാങ്ങി ഓഫീസിലോട്ട് നടന്നു പോകുമ്പോഴാണ് ഓൺ ദ വേയിൽ ട്രൂമാൻ അവന്റെ അച്ഛനെ കാണുന്നത്. ഇവന്റെ ചെറുപ്പത്തിൽ മരിച്ചുപോയി ഇവന്റെ അച്ഛൻ. പ്രായമായ അദ്ദേഹം
അദ്ദേഹം ദേ ഇപ്പോൾ ഒരുമാതിരി വല്ലാത്ത കോലത്തിൽ അവിടെ വന്ന് നിൽക്കുന്നു. ട്രൂമാൻ അങ്ങ് ഞെട്ടിപ്പോയി. അച്ഛൻ ജീവനോടുണ്ടോ? അച്ഛൻ നിങ്ങളെന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴോ എവിടുന്ന് അന്നേരത്തില്ല കുറെ ആളുകൾ അങ്ങോട്ട് വന്ന് ഇവന്റെ അച്ഛനെ പിടിച്ച് പൊക്കി എടുത്തുകൊണ്ട് അങ്ങ് പോയി. ഹേയ് എന്താ ഇത്, അദ്ദേഹത്തെ വിടൂ എന്നൊക്കെ പറഞ്ഞ് ട്രൂമാൻ പുറകെ ചെല്ലുമ്പോൾ കുറേ ആളുകൾ ഇവന്റെ വഴി തടസ്സം ഉണ്ടാക്കി അവന്റെ മുന്നിൽ വരുന്നുണ്ട്. സ്കൂൾ കുട്ടികളൊക്കെ ഇങ്ങനെ പരേഡ് ചെയ്ത് പോകുന്ന പോലെ ഇവന്റെ മുന്നിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ട്രൂമാൻ അങ്ങോട്ട് പോകാതെ അവനെ തടയുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉദ്ദേശം. ഇവരെല്ലാം ആക്ടേഴ്സ് ആണല്ലോ, ഡയറക്ടർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് അവരെല്ലാം ട്രൂമാനെ തടയാൻ ശ്രമിക്കുകയാണ്. ഒരു വിധത്തിൽ അവരെയൊക്കെ തള്ളി മാറ്റി ഓടി അങ്ങോട്ട് ചെന്നെങ്കിലും അതിനോടകം തന്നെ ട്രൂമാന്റെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോയ ആളുകൾ അദ്ദേഹത്തെ ഒരു ബസ്സിൽ കയറ്റിയിരുന്നു. കുറച്ച് ദൂരം ബസ്സിന്റെ പുറകെ ഓടിയെങ്കിലും ഫലമുണ്ടായില്ല, ബസ് വിട്ടുപോയി. ഒരുമാതിരി ആകെ മൊത്തത്തിലും കൺഫ്യൂസ്ഡ് ആയ ട്രൂമാൻ ഇക്കാര്യം അവന്റെ അമ്മയോട് ഷെയർ ചെയ്യുന്നുണ്ട്. റിയൽ അമ്മയല്ല, ആക്ടർ. എന്നാൽ പുള്ളിക്കാരി പറയുന്നത് അവിടെ, മോനെ നീ നിന്റെ അച്ഛനെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നേ. നീ കണ്ട ഒന്നും റിയൽ അല്ല. ഞാനും നിന്റെ അച്ഛനെ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ? അത് നമ്മളിങ്ങനെ കുറേ ആയി അവരെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നലുകളൊക്കെ ഉണ്ടായി ഹാലൂസിനേറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്, അല്ലാതെ വേറൊന്നുമല്ല. ദെൻ വീടിന് താഴെ ഒരു ബേസ്മെന്റിൽ ഇറങ്ങി ചെന്ന് അവിടെയുള്ള ഒരു ചെറിയ ബോക്സ് എടുത്ത് അതിലുള്ള കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ട്രൂമാനും അവന്റെ അച്ഛനും ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒക്കെയാണ്. ദെൻ മറ്റൊരു ബോക്സ് തുറന്ന് അതിനകത്തുനിന്ന് ഒരു ഡ്രസ്സ് പുറത്തെടുക്കുന്നുണ്ട്, ഒരു ചുവന്ന ഡ്രസ്സ്. സെയിം ടൈം ഇതൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന രണ്ട് സ്ത്രീകൾ ഈ ഡ്രസ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതായത് ട്രൂമാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയുടെ ഡ്രസ്സാണിതെന്നാണ് അവർ പറയുന്നത്. അതാരാണെന്നാൽ നമ്മുടെ ട്രൂമാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സാണിത്. അതായത് ഈ ഷോയുടെ ക്രിയേറ്റേഴ്സ് ട്രൂമാന്റെ വൈഫ് ആകാൻ തീരുമാനിച്ചിരുന്നത് വേറൊരു പുള്ളിക്കാരിയാണ്. ഇപ്പോൾ ട്രൂമാന്റെ വൈഫായിട്ട് ആക്ട് ചെയ്യുന്ന ആ പുള്ളിക്കാരിയല്ല അവർ ആദ്യം ചൂസ് ചെയ്തിരുന്നത്. ആദ്യം സിൽവിയ എന്നൊരു ആക്ട്രസിനെ കൊണ്ടുവന്ന് പുള്ളിക്കാരിക്ക് ക്യാരക്ടർ നെയിം ഒക്കെ കൊടുത്ത് നമ്മുടെ ട്രൂമാനുമായിട്ട് അവർ രണ്ടുപേരും കണ്ടുമുട്ടി ഇഷ്ടത്തിലാവുന്ന ആ ഒരു തരത്തിലായിരുന്നു സ്ക്രിപ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നത്. സ്ക്രിപ്റ്റ് പോലെ തന്നെ കാര്യങ്ങളൊക്കെ വർക്കൗട്ടായി. ട്രൂമാൻ അവളിലൊരു താല്പര്യം തോന്നി. അങ്ങനെ അവളോട് അത് ഓപ്പൺ ആയിട്ട് പറയാനുള്ളൊരു സാഹചര്യം കിട്ടിയപ്പോൾ ട്രൂമാൻ അത് തുറന്ന് സമ്മതിച്ചു. അതുവരെയൊക്കെ എല്ലാ കാര്യങ്ങളും ഷോ ക്രിയേറ്റേഴ്സ് പ്ലാൻ ചെയ്ത പോലെ, അതായത് സ്ക്രിപ്റ്റ് പോലെ തന്നെയാണ് സംഭവിച്ചത്. എന്നാൽ ഇവന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വന്ന സിൽവിയ എന്ന പെൺകുട്ടിക്ക് ശരിക്കും ട്രൂമാനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവൾക്കും ഇവനോട് അഗാധമായ പ്രേമം തോന്നി. ഇവനെ ഇങ്ങനെ ഇട്ട് നരകിപ്പിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് റിയാലിറ്റി മറ്റൊന്നാണെന്നിരിക്കെ ഇവരെല്ലാം കൂടി ഇവനെ ഇങ്ങനെ ഇട്ട് വട്ട് കളിപ്പിക്കുന്ന പോലെയല്ലേ ആർക്കായാലും ചിന്തിക്കാൻ പറ്റൂ. ആ തരത്തിൽ സിൽവിയയും ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഷോയുടെ ക്രിയേറ്റേഴ്സ് പറഞ്ഞു ഒന്നും കേൾക്കാതെ ട്രൂമാനെയും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം, ഈ ഐലൻഡിൽ നിന്ന് പുറത്തു പോയി തങ്ങൾക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് അവൾ തീരുമാനിച്ചു. രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായി ട്രൂമാനെയും കൊണ്ട് ബീച്ച് വരെ എത്താൻ അവൾക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ അവിടുന്ന് ബോട്ടിൽ കയറി ഐലൻഡിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ സിൽവിയ അവതരിപ്പിക്കുന്ന ട്രൂമാന്റെ വൈഫ് എന്ന ആ ഒരു ക്യാരക്ടറിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന പുള്ളിക്കാരൻ അവിടെ വന്ന് സിൽവിയെ പിടിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോവാണ്. എന്താ സംഭവം, എങ്ങോട്ട് അവളെ കൊണ്ടുവന്ന് എന്നൊക്കെ പറഞ്ഞ് ട്രൂമാൻ ചോദിച്ചപ്പോൾ, മോനെ നീ പേടിക്കണ്ട, ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവള് മാനസികമായിട്ട് ഓക്കെ അല്ലടാ, ഇവൾക്ക് 10-20 കാമുകന്മാരുണ്ട്, ഓരോരുത്തരെയും ഇങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുത്താന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരും. ഇവളുടെ പേര് സിൽവിയ എന്നൊക്കെയാണെന്ന് പറയും. അതൊന്നും നീ വിശ്വസിച്ചേക്കല്ലേ. അന്ന് സിൽവിയുടെ എഫേർട്ട് ചീറ്റിപ്പോയി. സിൽവിയ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ട്രൂമാനെ വിശ്വസിപ്പിക്കാൻ ഷോ ക്രിയേറ്റേഴ്സിന് സാധിച്ചു. എന്നാലും ഇപ്പോഴും നമ്മുടെ ഹീറോയ്ക്ക് സിൽവിയെ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ അവളുടെ ഡ്രസ്സ് ഇങ്ങനെ കളയാതെ സൂക്ഷിച്ചു വെച്ചേക്കുന്നേ. മാത്രമല്ല സിൽവിയ ഫിജി ഐലൻഡ്സിൽ എവിടെയോ ആണ് ജീവിക്കുന്നതെന്ന് ഇവനറിയാം. അതുകൊണ്ട് തന്നെ കുറേ നാളായിട്ട് അങ്ങോട്ട് പോകാനും ശ്രമിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ട്രൂമാൻ ഫിജിയിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ അന്ന് അവനെ വിടാതിരിക്കാൻ വേണ്ടി ഷോ ക്രിയേറ്റേഴ്സ് ട്രൂമാന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആ പുള്ളിക്കാരിക്ക് രോഗമാണെന്ന രീതിയിൽ അങ്ങനെ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് അവനെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയതാണ്. കുറേയായി ട്രൂമാൻ മാഗസീനുകളിൽ നിന്ന് മോഡൽസിന്റെ മുഖം കണ്ണ് ഒക്കെ ഇങ്ങനെ കീറി എടുത്തുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. സിൽവിയുമായി സാദൃശ്യം തോന്നുന്ന മോഡൽസിന്റെ മുഖമാണ് അവൻ അങ്ങനെ കീറി എടുക്കാറ്. അതായത് സിൽവിയുമായിട്ട് സാദൃശ്യം തോന്നുന്ന കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ അത് കീറി എടുത്തുകൊണ്ട് വരും. അങ്ങനെ മുഖത്തിന്റെ പല ഭാഗങ്ങൾ കീറി എടുത്തുകൊണ്ട് പോയി സിൽവിയെ പോലിരിക്കുന്ന കണ്ണ്, മൂക്ക്, ചെവി, വായ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ വെക്കും. ആദ്യമായി ഒരാളോട് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതിപ്പോൾ ലൈഫ് എത്രയൊക്കെ ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിൽ നമ്മൾ എത്തിച്ചാലും ആ ഒരു ഫസ്റ്റ് ലവ്, അതിന്റെ ഓർമ്മകൾ, അതിനെയൊക്കെ ഓവർകം ചെയ്തു വരാൻ ഇത്തിരി പാടാണ്. ഇത്തിരിയല്ല, ഒത്തിരിയേറെ പാടാണ്. ഇപ്പോൾ നമ്മുടെ ട്രൂമാൻ സിൽവിയുമായി സാദൃശ്യമുള്ള കണ്ണുകൾ ഓരോന്നിങ്ങനെ നോക്കി കറക്റ്റായിട്ട് ആ ഫോട്ടോയുടെ കൂടെ പ്ലേസ് ചെയ്യുന്നതൊക്കെ ലൈവായിട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ സിൽവിയയും കാണാൻ പറ്റുന്നുണ്ട്. ഫിജി ഐലൻഡ്സിൽ ഇരുന്ന് അവൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഇവന്റെ ഇഷ്ടം മനസ്സിലാക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം അവൻ തന്നെ തേടി വരുമെന്ന് ഇവൾക്കറിയാം. എങ്ങനെങ്കിലും ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ പുറത്തു വരാനായി ഇവളും കാത്തിരിക്കുന്നു. അതിനുശേഷം അടുത്ത ദിവസം അതുപോലെ നമ്മുടെ ട്രൂമാൻ ജോലിക്ക് പോകുന്നു. രാവിലെ ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുമ്പോൾ കാറിലെ FM-ൽ എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായി. മറ്റ് റേഡിയോ സിഗ്നൽസുമായിട്ട് ഇന്ററപ്റ്റ് ആയി. പ്രത്യേകിച്ച് ഇവർ യൂസ് ചെയ്യുന്ന വയർലെസ് സിഗ്നൽസുമായിട്ട് ഇന്ററപ്റ്റ് ആയി. അതായത് ഈ ഷോ ക്രിയേറ്റേഴ്സ് വയർലെസ്സിലൂടെ സംസാരിക്കുന്നത് ഇപ്പോൾ ട്രൂമാന്റെ കാറിനകത്തുള്ള റേഡിയോയിൽ കേൾക്കാൻ പറ്റുന്നു. ഓക്കെ ലോക്ക്, ട്രൂമാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ ഒരു 90 ഡിഗ്രി തിരിയും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യൂ. പാസിംഗ് കറക്റ്റ് ആയിരിക്കണം. അവൻ ലാൻകാസ്റ്റർ സ്ക്വയറിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ട്രൂമാൻ നോക്കുമ്പോൾ ചേടാ ഇതെന്ത് സംഭവം, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊക്കെ റേഡിയോയിലൂടെ പറയുന്ന. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് തന്നെ പുള്ളിക്കാരന് കുറേ സംശയങ്ങൾ തോന്നിയിരുന്നു. ആ മഴ പെയ്ത ഇഷ്യൂ, അതേപോലെ ഇവന്റെ അച്ഛനെ കണ്ട കാര്യം, ഇപ്പോൾ ഇതെല്ലാം പണ്ട് സിൽവി പറഞ്ഞ കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ എന്തോ ശരിയല്ലല്ലോ. ഉടൻ തന്നെ ഷോ ക്രിയേറ്റേഴ്സ് റേഡിയോയുടെ പ്രശ്നമെല്ലാം പരിഹരിച്ചു, എല്ലാം നോർമലാക്കി. എന്നാലും ട്രൂമാന്റെ മനസ്സിൽ സംശയമുണ്ട്. അവന്റെ സംശയങ്ങൾ ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന പതിവുകളൊക്കെ തെറ്റിച്ചാണ് ട്രൂമാൻ ബിഹേവ് ചെയ്യുന്നത്. എല്ലാ ദിവസവും പതിവായിട്ട് പത്രം വയ്ക്കുന്നിടത്ത് നിന്ന് പത്രം വാങ്ങുമായിരുന്നു, മാഗസീൻ വാങ്ങുമായിരുന്നു. ഇത്തവണ അതൊന്നും ചെയ്യുന്നില്ല. ആകെ മൊത്തത്തിൽ ഈ സെറ്റപ്പിന് ഒരു സംശയത്തോടെയാണ് ആളുകൾ നോക്കി കാണുന്നത്. നോക്കുമ്പോൾ എന്താ സംഭവം, എല്ലാ ദിവസവും അവൻ ഈ വഴി നടക്കുമ്പോൾ മറ്റാളുകൾ എന്താണോ സംസാരിക്കുന്നത് അത് തന്നെയാണ് അവർ ഇപ്പോഴും സംസാരിക്കുന്നത്. ഒരു പക്കാ സ്ക്രിപ്റ്റ് പോലെ. ഇതെന്താണ്, ആളുകൾക്കൊന്നും വേറൊന്നും സംസാരിക്കാനില്ലേ? എല്ലാ ദിവസവും കേൾക്കുന്ന കാര്യങ്ങൾ തന്നെ പിന്നെയും കേൾക്കുന്നു. പലരുടെയും പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേട്. ചിലരൊക്കെ ഇവനെ ഇങ്ങനെ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
തന്നെ വർക്ക് ചെയ്യാൻ ഓഫീസിൽ പോകുന്നതിന് പകരം നേരെ മറ്റൊരു ബിൽഡിങ്ങിനകത്ത് ചെന്ന് കയറി. സത്യം പറഞ്ഞാൽ അവിടെ ഉള്ളവർ മൊത്തം ഞെട്ടിപ്പോയി. കാരണം ട്രൂമാൻ ഇപ്പം ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യമില്ല, ഇവൻ ഓഫീസിൽ പോകേണ്ടതല്ലേ. അവരാണെങ്കിൽ ഇവൻ ഇങ്ങോട്ട് വരുമെന്ന് ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നല്ലോ. ട്രൂമാൻ ഒന്നും ചോദിക്കാൻ പറയാൻ ചെയ്യാതെ ആ ബിൽഡിങ്ങിലെ ലിഫ്റ്റിനകത്ത് ചെന്ന് കയറാൻ നോക്കുമ്പോൾ അതിന്റെ ബാക്ക് സൈഡിലായിട്ട് കുറെ ആളുകൾ അവിടെ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. അല്ല ഇതെന്ത് സംഭവം, ഇത് ലിഫ്റ്റ് അല്ലേ, ലിഫ്റ്റിന്റെ അപ്പുറത്തെങ്ങനെ ഇങ്ങനെ ഒരു സ്പേസ് എന്നൊക്കെ പറഞ്ഞ് ട്രൂമാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. സംഭവം ഓഫ് സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു സ്പേസ് ആണത്. ആക്ച്വലി അതൊരു ലിഫ്റ്റ് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു ട്രൂമാനെ പറ്റിക്കാൻ വേണ്ടി. ട്രൂമാൻ ഇത് കണ്ടു. കാര്യങ്ങളൊക്കെ പൊളിയുമെന്നൊരു സിറ്റുവേഷൻ ആയതോടെ പെട്ടെന്ന് അവിടെയുള്ള ആളുകൾ ട്രൂമാനെ പിടിച്ച് ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്ത് തള്ളി. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, തന്നെ ഇവരാരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ട്, തന്നെ ആരൊക്കെയോ മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള സംശയത്തോടെ ഇവൻ ഓടി ചെന്ന് ഇവന്റെ ഫ്രണ്ട് മാർലൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ കയറി. ഡാ ഞാൻ പറഞ്ഞു കിട്ടി, നീ ഞെട്ടരുത്, ഇവരാരൊക്കെയോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് രാവിലെ നീ എന്ത് ഇവിടെ ഓഫീസിൽ പോയില്ലേ? എങ്ങനെ പോകാൻ പറ്റും? കാറിലെ റേഡിയോയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ പറയുമല്ലേ. അവൻ അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു, തല ഒടിച്ചു നോക്കി മറിച്ച് നോക്കി, പിന്നെ ലിഫ്റ്റിന് പുറകില്ല. എന്താണിത്? അത് ലിഫ്റ്റാണ്, അങ്ങനെ ലിഫ്റ്റ് വർക്ക് ചെയ്യുമോ? ഉടനെ മാർലൻ ട്രൂമാന്റെ സംശയങ്ങളൊക്കെ തീർത്ത് ഇതെല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാർലന്റെ ഉദ്ദേശം എന്താണ്? ഡയറക്ടർ പറയുന്ന പോലെ ഇവന് സംശയങ്ങളൊന്നും തോന്നാത്ത വിധം എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്യണം. ബട്ട് ട്രൂമാൻ കേൾക്കുന്നില്ല. നീ ഒന്ന് പുറത്തു വന്ന് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഇപ്പൊ പറ്റത്തില്ല, ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുക, പുറത്തു വരാനാ പറഞ്ഞേ. എടാ ഇവിടെ ഒരുപാട് ജോലി ചെയ്യാനുണ്ട്, ഇപ്പൊ വരാൻ പറ്റൂല. അങ്ങനെ പറയാൻ പറ്റത്തില്ല, അതോടൊക്കെ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് ഇവനെയും പിടിച്ചു വലിച്ച് പുറത്തു കൊണ്ടുപോയി. കുറച്ച് ദൂരം നടന്നു ചെന്ന് അവരുടെ അവിടുത്തെ ബീച്ചിലിരുന്ന് രണ്ടുപേരും സംസാരിക്കുന്നു. ട്രൂമാൻ അവന്റെ സംശയങ്ങളൊക്കെ വിശദമായിട്ട് പറയുകയാണ്. എന്നാൽ മാർലനാവട്ടെ നമ്മുടെ ഹീറോ പറയുന്നതൊക്കെ അവന്റെ തോന്നലുകളാണ്. അവന്റെ അച്ഛനെ കണ്ടു എന്ന് പറയുന്നത്, പിന്നെ നടക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ അവൻ ഇമാജിൻ ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുവാണെന്നൊക്കെ പറയാണ്. ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അധികം വൈകാതെ താൻ ഇവിടുന്ന് പോകുമെന്ന് ട്രൂമാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. എങ്ങോട്ട് പോകുമെന്ന് മനസ്സിലായി കാണുമല്ലോ, ഫിജി ഐലൻഡ്സിലേക്ക്. ദെൻ ട്രൂമാൻ അവന്റെ അമ്മയുടെയും ഭാര്യയുടെയും കൂട്ടിരുന്ന ആൽബംസ് ഒക്കെ നോക്കുന്നുണ്ട്. ഇവന്റെ ചെറുപ്പകാലം മുതലുള്ള ഒത്തിരി ഫോട്ടോസ് അതിനകത്തുണ്ട്. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ടൈം മുതലുള്ള കാര്യങ്ങളിൽ അവന്റെ അച്ഛൻ്റെ കൂടെയുള്ള ഫോട്ടോസ്, പിന്നെ അതിനുശേഷം വളർന്ന് വലുതായപ്പോൾ ഇവളെ കണ്ടുമുട്ടിയപ്പോൾ, അതായത് ഭാര്യയെ കണ്ടുമുട്ടി വിവാഹം ചെയ്തു അതിന്റെ ഫോട്ടോസ്, ഒരിക്കലും ഇവരെല്ലാം കൂടെ മൗണ്ട് റഷ്മോറിൽ പോയ ഫോട്ടോസ്. ആക്ച്വലി മൗണ്ട് റഷ്മോറിന്റെ ഫോട്ടോ കാണുമ്പോൾ അതെന്താ അവരുടെ തലയൊക്കെ ചെറുതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ട്രൂമാൻ പറയുന്നുണ്ട്. കാരണം ഈ ഐലൻഡ് വിട്ട് ട്രൂമാൻ പുറത്തു പോയിട്ടില്ല, മൗണ്ട് റഷ്മോറൊക്കെ അവർ ഇവിടെ സെറ്റ് ചെയ്തതാണ്. എന്ത് തല ചെറുതെന്നോ? അങ്ങനൊന്നും ഇല്ലല്ലോ. നിന്റെ ഓരോരോ സംശയങ്ങൾ, നീ എന്തായാലും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും, ഞങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അമ്മയും ഭാര്യയും എഴുന്നേറ്റ് പോയി. ട്രൂമാൻ ഇവിടെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ നോക്കുവാണല്ലോ. ഇവന്റെ വിവാഹത്തിന്റെ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ അതിൽ അവന്റെ ഭാര്യ അവനെ കിസ് ചെയ്യുന്ന ഒരു ഫോട്ടോയിൽ പുള്ളിക്കാരി ഇങ്ങനെ ഫിംഗർ ക്രോസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് വിവാഹത്തിൽ രണ്ടുപേരും പരസ്പരം തുണയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്ത് കിസ് ചെയ്യൂലേ. എന്നാൽ ഇവിടെ ഇവന്റെ ഭാര്യ ചെയ്തത് ഫേക്ക് സത്യമാണ്. പുള്ളിക്കാരി അവളുടെ ഫിംഗർ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് കാണാം. ഇതും കൂടെ കണ്ടതോടെ തനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളെ പോലും തനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു നിഗമനത്തിലേക്ക് ട്രൂമാൻ എത്തുവാണ്. ദെൻ അടുത്ത ദിവസം ഈ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടി തന്റെ ഭാര്യയോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ട്രൂമാൻ ചെല്ലുമ്പോൾ അവളാവട്ടെ അവൾക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകണം, ജോലി ഉണ്ടെന്ന് പറഞ്ഞ് തിരക്ക് പിടിച്ച് പോകാൻ തുടങ്ങുന്നു. ട്രൂമാന്റെ സംശയങ്ങളൊന്നും തീർത്തു കൊടുക്കാൻ നിന്നില്ല. അവൾ അത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് പോയി. നഗരത്തിൽ എവിടെ ലിഫ്റ്റ് പൊട്ടി വീണ് ആക്സിഡന്റ് ഉണ്ടായെന്നൊക്കെ. കഴിഞ്ഞ ദിവസം ട്രൂമാൻ ഒരു ബിൽഡിംഗിൽ പോയി കയറിയപ്പോൾ അവിടെ ലിഫ്റ്റിനകത്ത് കയറിയപ്പോഴാണല്ലോ അതിന്റെ ബാക്കിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടത്. സോ ഇവന്റെ മനസ്സിലൊരു പേടി ജനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. ഇനി എങ്ങാനും ട്രൂമാൻ വീണ്ടും ആ ബിൽഡിങ്ങിലോട്ട് പോയാലോ, അവിടെയുള്ള ലിഫ്റ്റിൽ ചെന്ന് കയറിയാലോ, അങ്ങനെ അവൻ കയറാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. അങ്ങനെയുള്ള ചെറിയ സില്ലി കാര്യങ്ങൾ പോലും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭാര്യ ജോലിക്ക് പോയി. ട്രൂമാൻ ആവട്ടെ അവൾ അറിയാതെ അവളെ ഫോളോ ചെയ്ത് ചെല്ലുവാണ്. ബട്ട് അവൾ അറിയുന്നില്ലെന്നാണ് ട്രൂമാൻ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിലും ശരിക്കും അവൾ എല്ലാ കാര്യവും അറിയുന്നുണ്ട്. കറക്റ്റായിട്ട് ഡയറക്ടറൊക്കെ അവൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഭാര്യ പറഞ്ഞൊക്കെ സത്യമാണെന്ന് അറിയാൻ ട്രൂമാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ അവനെ തടയുവാണ്. ഓഫ് കോഴ്സ് ഉറപ്പായിട്ടും അവർ ഇവനെ തടയും. കാരണം ഇവന്റെ ഭാര്യ നേഴ്സാണെന്ന് ഇവന്റെ മുന്നിൽ അഭിനയിക്കുവാണ്. പുള്ളിക്കാരിക്ക് അതിന്റെ ABCD അറിഞ്ഞൂടാ. അവൾക്ക് മാത്രമല്ല അവിടെയുള്ള ഡോക്ടർമാർക്കോ സ്റ്റാഫിനോ ആർക്കും ഒരു ഐഡിയയും ഇല്ല. സോ ട്രൂമാനെ കടത്തിവിടുന്നത് പ്രശ്നമായതുകൊണ്ട് അവനെ തടഞ്ഞു. ഉടനെ ഇവനാവട്ടെ ഞാൻ ആക്ച്വലി അവളെ ഒന്ന് കാണാൻ വന്നതായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഇനി കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഈ ടൗണിൽ നിന്ന് പോവാം, ഞാൻ ഫിജി ഐലൻഡ്സിലേക്ക് പോവാം, ഇത് ജസ്റ്റ് അവളെ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ, ശരി എന്നും പറഞ്ഞ് അവിടുന്ന് പോയി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവർ കാണാതെ, ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ഒന്നും കാണാതെ ഹീറോയിൻ വർക്ക് ചെയ്യുന്ന അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ഇവർ കണ്ടക്ട് ചെയ്യുന്ന ഈ ട്രൂമാൻ ഷോയിലെ ഹീറോയിൻ, അതായത് ട്രൂമാന്റെ വൈഫ്, അവിടെ ഓപ്പറേഷൻ തിയേറ്ററിനകത്താവട്ടെ ട്രൂമാൻ അങ്ങോട്ട് ചെല്ലുന്നതുകൊണ്ട് മാത്രം ഏതോ ഒരു ആക്ടറിനെ പിടിച്ച് ബെഡിൽ കിടത്തി ഡോക്ടറും നഴ്സസും ഒക്കെ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട്. ട്രൂമാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ എല്ലാ കാര്യങ്ങളും പുറത്തു നിന്ന് കാണുന്നുണ്ട്. ഇവനിങ്ങനെ നോക്കുന്ന കാര്യം അവർക്കറിയാം. അവർക്ക് എന്തെങ്കിലും ഇപ്പൊ ചെയ്തേ പറ്റൂ. ഈ ബെഡിൽ കിടക്കുന്നവന് യാതൊരു പ്രശ്നമില്ലെങ്കിലും ഇവനെ ഓപ്പറേറ്റ് ചെയ്തേ പറ്റൂ. നമ്മുടെ ഹീറോയ്ക്ക് സംശയം വരാതിരിക്കാനായിട്ട് ഡയറക്ടർ ആ കിടക്കുന്നവനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, അവന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് മുറിവുണ്ടാക്കുക എന്ന് പറഞ്ഞ് പറയുമ്പോൾ ഡോക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന പുള്ളിക്കാരനും അതുപോലെ ചെയ്യാൻ പോകുന്നു. പാവം പേഷ്യൻ്റായിട്ട് ആക്ട് ചെയ്യുന്നവൻ യോ താൻ എന്തോടോ കാണിക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുന്നുണ്ട്. അവരെല്ലാം കൂടെ അവനെ പിടിച്ച് കിടത്തി അവന്റെ ശരീരത്തിൽ കത്തി വെക്കാൻ തുടങ്ങുമ്പോഴേക്കും വേറൊരുത്തം വന്ന് നമ്മുടെ ട്രൂമാനെ അവിടെ പിടിച്ചു മാറ്റി. ദെൻ നമ്മുടെ ട്രൂമാൻ നേരെ ഒരു ട്രാവൽ ഏജൻസിയിലേക്കാണ് പോകുന്നത്. ഫിജിയിൽ പോകണം എന്നുള്ള അവന്റെ ആഗ്രഹം കൂടി അത് ഭയങ്കര സീരിയസ് ആയി. സംഭവം ഇതൊരു ട്രാവൽ ഏജൻസി തന്നെ, പക്ഷേ ഇവിടെ വരുന്ന ആളുകളെ പേടിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ പോസ്റ്റേഴ്സ് ഒക്കെ. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്, വൈറസസ് സ്പ്രെഡ് ചെയ്തേക്കാം, അതുപോലെ പ്ലെയിനിലൊക്കെ പോകുവാണെങ്കിൽ ഇടിമിന്നലടിച്ച് പ്ലെയിൻ തകരാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ തരത്തിലുള്ള പോസ്റ്റേഴ്സ് ഏതെങ്കിലും ട്രാവൽ ഏജൻസിയിൽ ഇങ്ങനെ വെക്കുമോ? എല്ലാം ട്രൂമാനെ പിന്തിരിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ. ട്രാവൽ ഏജൻസിയിലെ ആൾ വന്നു, ഇവൻ ഫിജിയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഐ എം റിയലി സോറി, ഒരു മാസത്തേക്ക് ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഒരു മാസത്തേക്ക് അപ്പോൾ എനിക്ക് പോകാൻ പറ്റൂല? ഇല്ല സാർ, ഇതൊരു ബിസി സീസൺ ആണ്, ഞാൻ വേണേ ഒരു മാസം കഴിഞ്ഞുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാം
അത് പറ്റൂലെന്ന്. ട്രൂമാൻ ഇപ്പം തന്നെ പോകണമെന്ന്. അതുകൊണ്ട് പ്ലെയിൻ വിട്ടിട്ട് നേരെ ബസ്സിൽ ചിക്കാഗോയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി ഇവിടുന്ന് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകാനുള്ള പ്ലാനിൽ ചെല്ലുന്നു. ട്രൂമാൻ ബസ്സിൽ കയറിയതോടെ ബസ് തന്നെ നശിപ്പിച്ചേക്കാൻ ഡയറക്ടറിന്റെ നിർദ്ദേശം വന്നു. ബസ് ഡ്രൈവർ അതും ഇതൊക്കെ കാണിച്ച് ചവിട്ടി പൊളിച്ച് ബസ് നശിപ്പിച്ചു. അങ്ങനെ ആ പ്ലാനും പൊളിഞ്ഞു. ശേഷം വൈകുന്നേരം ട്രൂമാന്റെ ഭാര്യ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ട്രൂമാൻ അവന്റെ കാറിനകത്ത് കയറിയിരിക്കുകയാണ്. കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. ഇവളും കാറിനകത്ത് കയറി എന്താ സംഭവം എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ, ലുക്ക്, ഇനിയിപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പം നീ നോക്കിയോണം, ഒരു സ്ത്രീ ഒരു റെഡ് ബൈക്കിൽ ഇതുവഴി പോകും. അതിന്റെ പുറകെ ഒരു പുള്ളിക്കാരൻ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് അവളുടെ പുറകെ പോകും. ആദ്യം താമസിയാതെ ഒരു മഞ്ഞ കാർ, ഒരു വോക്സ്വാഗൺ ബീറ്റിൽ ഇതേ ഡയറക്ഷനിൽ പോകും. നീ നോക്കിക്കോ. എക്സാക്ട്ലി അതുപോലെ തന്നെ സംഭവിച്ചു. ട്രൂമാൻ എന്താണോ പറഞ്ഞത് അത് അതുപോലെ തന്നെ സംഭവിച്ചു. കാര്യം ഇവരുടെ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഓൾറെഡി സെറ്റഡ് ആണ്. അത് അവർ മാറ്റാറില്ല. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്ത് ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് സംഭവിക്കുന്നതൊക്കെ പറഞ്ഞ് ഇവൻ പറയുമ്പോൾ അവളൊരുമാതിരി, ട്രൂമാൻ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ഫംഗ്ഷൻ നടത്തണം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് മറ്റു കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു. ഓഹോ അങ്ങനെയാണല്ലേ, ഇതൊരു നടക്കി പോകില്ല എന്നുള്ള മട്ടിൽ പുള്ളിക്കാരൻ കാർ മൊത്തത്തിൽ ലോക്ക് ചെയ്ത് അവളെ പുറത്തിറങ്ങാൻ പറ്റാതാക്കി. നമുക്ക് രണ്ടുപേർക്കും കൂടി ഇനി ഫിജിയിലോട്ട് പോയേക്കാം, റോഡ് മാർക്കം നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് കാർ മുടിച്ച് ഒരേ പോക്ക് പോകുന്നു. ഷോ ക്രിയേറ്റേഴ്സിന് ട്രൂമാനെ തടഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ട് ട്രൂമാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വഴി അവർ ട്രാഫിക് ഉണ്ടാക്കുന്നുണ്ട്. ഒത്തിരി കാറുകളും മറ്റു വാഹനങ്ങളും ഒക്കെ വന്ന് വഴി തടഞ്ഞു എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക് ഉണ്ടാക്കി. ഇത് ആരുടെയൊക്കെയോ പ്ലാനാണെന്ന് ട്രൂമാൻ അറിയാം. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ റിവേഴ്സ് പോയി കുറച്ച് നേരം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വീണ്ടും അതേ വഴി തന്നെ വരുമ്പോൾ അത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന കാറുകൾ വാഹനങ്ങൾ ഒന്നും തന്നെ അവിടെ കാണാനില്ല. അവർ മനഃപൂർവ്വം ട്രാഫിക് ക്രിയേറ്റ് ചെയ്തതല്ലേ. ഇവൻ ഷഡ് പടയെന്ന് ഓടിച്ച് അങ്ങനെ അവിടുന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് വലിയൊരു പാലം ഇവന് മുന്നിൽ വരുന്നത്. ഇവനവിടെ വെള്ളം പേടിയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഈ പാലത്തിലൂടെ വണ്ടി ഓടിക്കാൻ ആൾക്ക് പറ്റുന്നില്ല, കൈയൊക്കെ വിറയ്ക്കുന്നു. ഇവിടെ ഇതുപോലെ അങ്ങ് നിൽക്കാനും പറ്റത്തില്ല. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ഈ പാലം കടന്നേ പറ്റൂ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. രണ്ടും കൽപ്പിച്ച് ട്രൂമാൻ സ്റ്റിയറിംഗിന് കൈ എടുത്തിട്ട് ആക്സിലറേറ്റ് ചെയ്തു. ഉടനെ പേടിച്ചിട്ട് ഇവന്റെ ഭാര്യ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തു. ഒരു വിധത്തിൽ ഇവർ രണ്ടുപേരും കൂടെ ഒപ്പിച്ച് പാലം കടന്നു. അങ്ങനെ പാലവും കടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ കാട്ടിൽ തീ പടർന്നിട്ടുണ്ട്. ഇതുവഴി പോകരുതെന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് റോഡിൽ. ആരും മൈൻഡാക്കാൻ ട്രൂമാനെ ഒന്നും മൈൻഡാക്കാതെ അടിച്ചു വിട്ടു പോയി. അങ്ങനെയും മുന്നോട്ട് ചെല്ലുമ്പോൾ ഡയറക്ടറൊക്കെ കാട്ടിൽ തീ കത്തിച്ചു വരെ നോക്കുന്നുണ്ട് ഇവരെ എങ്ങനെയും തടഞ്ഞു നിർത്താൻ. ഈവൻ റോഡിൽ പോലും അവർ തീ കത്തിക്കുന്നുണ്ട്. അതിനും ട്രൂമാനെ ഒന്നും തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. ഓൾമോസ്റ്റ് ഇവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു കണ്ടീഷൻ ആയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും മുന്നോട്ട് ചെന്നപ്പോഴാവട്ടെ അവിടെ പോലീസും ഫയർഫോഴ്സും ഒക്കെ വന്നൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴോ ആ ഏരിയയിൽ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടായിരുന്നു. അത് ലീക്ക് ആയെന്നാണ് അവർ പറയുന്നത്. ഒരു കാരണവശാലും മുന്നോട്ട് വണ്ടി കടത്തി വിടത്തില്ലെന്ന്. ഓ കമോൺ, ഇവിടുന്ന് മുന്നോട്ട് പോകാൻ വേറെ ഒരു വഴിയില്ല. ഇല്ലില്ല, നിങ്ങൾ തിരിച്ചു പോയേ പറ്റൂ ട്രൂമാൻ. അതെങ്ങനെ ശരിയാവും? ഈ ഓഫീസറിന് എങ്ങനെ ട്രൂമാന്റെ പേരറിയാം? അയാൾ തന്റെ പേര് വിളിച്ചതോടെ മൊത്തം ഉഡായിപ്പാണ്, ഇത് ഉഡായിപ്പാണെന്ന് ട്രൂമാന് മനസ്സിലായി. അധികം ഒന്നും ആലോചിച്ച് നിന്നില്ല. അവന്റെ കാറിൽ നിന്ന് ഇറങ്ങി ചാടി ഓടി എങ്ങനെങ്കിലും മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. ഓടി കാട്ടിലൊക്കെ കയറി പോകുന്നുണ്ടെങ്കിലും അവിടുത്തെ ആളുകൾ ഇവനെ പിടിച്ചു. പോലീസുകാർ തിരിച്ച് അവരെ വീട്ടിൽ കൊണ്ടുവിട്ടു. ട്രൂമാൻ ഇനി ഇമാതിരി പരിപാടി എന്തെങ്കിലും കാണിക്കാൻ പോയി അറസ്റ്റ് ചെയ്ത് ജയിലാക്കുമെന്ന് വാൺ ചെയ്തിട്ടൊക്കെയാണ് പോലീസ് പോകുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതെല്ലാം എന്തോ വലിയൊരു ഉഡായിപ്പിന്റെ ഭാഗമാണെന്ന് ട്രൂമാന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ഭാര്യയോട് അത്ര നല്ലതല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. ഇവൾക്കും എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞു വെച്ച് തന്നെ പറ്റിക്കുവാണെന്ന് മനസ്സിലാക്കി അവളോട് ഒരുമാതിരി ആ തരത്തിൽ ബിഹേവ് ചെയ്യുമ്പോൾ അവളാവട്ടെ കത്തിയെടുത്ത് ട്രൂമാനെ നേരെ നീട്ടി, വേണ്ട നിനക്ക് പ്രാന്തായിരിക്കുമോ, നീ എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, നീ എന്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ, ആരെങ്കിലും ഒന്ന് സഹായിക്കണേ എന്നൊക്കെ വീടിന്റെ അവിടെ എവിടെയായിട്ട് വെച്ചിരിക്കുന്ന ക്യാമറാസിൽ നോക്കി പറഞ്ഞു. നീ ഇത് എങ്ങോട്ട് നോക്കി സംസാരിച്ചേ, നീ ഇപ്പോൾ ആരോടാ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞ് ട്രൂമാൻ പിന്നെയും ദേഷ്യപ്പെടുമ്പോൾ ഡയറക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഇവന്റെ ഉറ്റ സുഹൃത്തായിട്ട് അഭിനയിക്കുന്ന ആ പുള്ളിക്കാരൻ വീട്ടിലോട്ട് കയറി വന്നു. ഇവിടെ നടക്കുന്ന ഈ കണ്ടീഷനൊക്കെ കണ്ട് പുള്ളിക്കാരൻ്റെ മാതിരി അങ്ങ് ഷോക്കായ പോലെ നിൽക്കുന്നു. ഇവന്റെ ഭാര്യ ആവട്ടെ കരഞ്ഞ് നിലവിളിച്ച് അഭിനയിക്കുന്നു. എല്ലാം കൂടെ കണ്ടതോടെ ട്രൂമാനും ഒരുമാതിരി എങ്ങായി പോയി. ഇനി ഇവർ പറയുന്ന പോലെ എനിക്ക് ഭ്രാന്താണോടെ. ദെൻ ഫ്രണ്ട് ട്രൂമാനെ വിളിച്ചുകൊണ്ട് പോയി പണി തീർന്നിട്ടില്ലാത്ത ഒരു പാലത്തിൽ നിന്ന് രണ്ടാളും സംസാരിക്കുന്നു. ട്രൂമാനും ട്രൂമാന്റെ ഈ ഫ്രണ്ടും ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ചു വന്നവരാണ്. ട്രൂമാൻ പഠിച്ചു, മറ്റവൻ അഭിനയിച്ചു. അവന്റെ കൂടെ പഠിക്കുന്ന പോലെ അഭിനയിച്ച് അങ്ങനെ ഇവിടെ വരെ എത്തി. ഇവരുടെ ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് ട്രൂമാനെ അങ്ങനെ കണക്ട് ചെയ്യിപ്പിച്ച് അവനുമായിട്ട് ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഇപ്പോഴുണ്ടാക്കിയെടുക്കുന്നു. ഇതൊക്കെ ആക്ച്വലി ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ട്രൂമാന്റെ ഫ്രണ്ടിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡയറക്ടർ എന്താണോ പറയുന്നത് ട്രൂമാന്റെ ഫ്രണ്ട് അത് അതുപോലെ ട്രൂമാനോടും പറയുന്നു. ആൻഡ് ഫൈനലി ട്രൂമാന്റെ അച്ഛനെയും അവന്റെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ നിന്റെ അച്ഛനെ കണ്ടുപിടിച്ചായിരുന്നു, അദ്ദേഹത്തെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത് എന്ന് പറഞ്ഞ് ട്രൂമാൻ അവൻ അച്ഛനെ കാണിച്ചു കൊടുത്തു. റേറ്റിംഗ് കൂട്ടാൻ നല്ലൊരു ഐഡിയ അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി എന്ന് ട്രൂമാൻ വിശ്വസിച്ചിരുന്ന അവന്റെ അച്ഛൻ തിരിച്ചു വരുന്നു, വീണ്ടും ഒരു റീയൂണിയൻ. അതിനുവേണ്ടിയാണ് അന്ന് അച്ഛനെ ട്രൂമാന്റെ മുന്നിൽ കൊണ്ടുവന്നത്. ഇതെല്ലാം ഇവരുടെ പ്ലാൻ ആയിരുന്നു. ട്രൂമാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സംശയങ്ങൾ തോന്നിയിരുന്നെങ്കിലും ഈ ഐലൻഡിൽ നിന്ന് അവനെ പുറത്തു പോകാൻ സമ്മതിക്കാതെ കൃത്യമായിട്ട് അവനെ ട്രാക്ക് ചെയ്ത് ഇവിടെ തന്നെ നിർത്തി ഇപ്പോൾ അവന്റെ അച്ഛനുമായിട്ട് അവനെ മീറ്റ് ചെയ്യിച്ചു. ഓൾമോസ്റ്റ് എല്ലാവർക്കും സന്തോഷം. ട്രൂമാൻ അവന്റെ അച്ഛനെ കാണാൻ പറ്റിയ സന്തോഷം, ഓഡിയൻസിന് ഇവർ രണ്ടും ഒന്നിച്ചപ്പോൾ ഉള്ള സന്തോഷം, ഷോ റൺ ചെയ്യുന്നവർക്ക് ട്രൂമാൻ ഈ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സന്തോഷം. അങ്ങനെ എന്നാൽ ഒരാൾക്ക് മാത്രം വിഷമം. അത് നമ്മുടെ ഹീറോയിനാണ് സിൽവിയ. കാരണം ട്രൂമാൻ വീണ്ടും പറ്റിക്കപ്പെടുവാണ്. ഇപ്പൊ ട്രൂമാൻ കണ്ടുപിട്ടിയത് അവന്റെ റിയൽ അച്ഛനെ ഒന്നുമല്ലല്ലോ, ആക്ടർ അല്ലേ. ശേഷം ഈ ട്രൂമാൻ ഷോയുടെ ഡയറക്ടർ തന്നെ TV സ്ക്രീനിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത്രയും നാൾ ഈ ഷോ റൺ ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട്, പ്രേക്ഷകർ
പ്രേക്ഷകരോട് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനായിട്ടൊക്കെ. ഏതാണ്ട് 29-30 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം തന്നെ ഇവരൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തു. അതിനെ ഹീറോ ആക്കി ഇങ്ങനെ ഒരു ഷോ പ്ലാൻ ചെയ്തു. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പടിപടിയായിട്ട് അതിന്റെ ലൈഫിലേക്ക് ഇട്ടുകൊടുത്തു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ട്രൂമാൻ എന്ന കുട്ടിക്ക് കിട്ടേണ്ട കെയറിംഗ് ഒക്കെ കൊടുത്ത് അതിന്റെ അച്ഛനെയും അമ്മയൊക്കെ സെറ്റ് ചെയ്ത്, എല്ലാം ആക്ടേഴ്സ് ആണെങ്കിലും ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നടക്കേണ്ട സംഭവങ്ങളൊക്കെ അതുപോലെയൊക്കെ ആക്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് യാതൊരു തരത്തിലുള്ള സംശയത്തിനും ഇട കൊടുക്കാതെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ആ ഇഷ്യൂസിനെയൊക്കെ തരണം ചെയ്ത് അവർ ഇവിടെ വരെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാക്കിൽ നടക്കുന്ന അവരുടെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ്. ഈ ഒരു ടൈമിൽ ഈ ഷോ കാണുന്ന പ്രേക്ഷകർക്ക് നേരിട്ട് സ്റ്റുഡിയോയിലേക്ക് വിളിക്കാനും ഡയറക്ടറോട് സംസാരിക്കാനുള്ള അവസരമുണ്ട്. ഈ അവസരം നമ്മുടെ ഹീറോയിൻ സിൽവിയ മുതലാക്കുവാണ്. സിൽവിയ ഡയറക്ടറെ കോൺടാക്ട് ചെയ്തു. അവളെ സംബന്ധിച്ചിടത്തോളം ട്രൂമാനെ ഇവർ തടവിലാക്കിയിരിക്കുകയാണ്. അവനൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ എല്ലാ ദിവസവും ഇങ്ങനെ ക്യാമറാസ് വെച്ച് അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളെ കാണിച്ച് അവൻ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. കാര്യം ശരിയല്ലേ? ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ആക്ച്വലി സംഭവം ഇങ്ങനെയാണ്. ഒരുമാതിരി മനുഷ്യനെ പൊട്ടി കളിപ്പിക്കുന്ന രീതിയിൽ ഒരാളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അയാളുടെ പെർമിഷനോ കൺസെന്റോ കൂടാതെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നു. ഇതിനൊക്കെ ഏത് ഗവൺമെന്റിന്റെ പെർമിഷൻ കൊടുത്തേ? ഇവിടെ ഇപ്പോൾ സിൽവിയ പറയുന്ന കാര്യങ്ങളൊക്കെ ഡയറക്ടർ മറ്റൊരു തരത്തിൽ കൺവേർട്ട് ചെയ്ത് മാറ്റി പറയുന്നു. അതായത് ഇപ്പോൾ സിൽവിയ അടക്കമുള്ള ബാക്കിയെല്ലാ ജനങ്ങൾ ജീവിക്കുന്ന ആ ലോകം അത് അത്ര ശരിയായിട്ടുള്ള ലോകമല്ല, എല്ലാവർക്കും അവിടെ നീതി കിട്ടുന്നില്ല, ഇവിടുത്തെ കൂട്ട് അതായത് ഇങ്ങനെ നടത്തുന്ന ഷോയിലെ ആ ലോകം കാണിക്കുന്നതിലൂട്ട് എല്ലാം പെർഫെക്റ്റ് അല്ല, റിയൽ വേൾഡ് ഒരു സിക്ക് വേൾഡ് ആണ്. എന്നാൽ ട്രൂമാൻ ജീവിക്കുന്ന വേൾഡ് നല്ല വേൾഡ് അല്ലേ? ട്രൂമാന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, എല്ലാ ദിവസവും ജോലി ചെയ്ത് സ്വസ്ഥമായി സമാധാനത്തോടെ എല്ലാ ദിവസവും ഒരേപോലൊക്കെ തന്നെ അങ്ങ് പോയാൽ പോരെ എന്നുള്ള മട്ടിലാണ് പുള്ളിയുടെ പെരുമാറ്റം. ഇമാതിരി ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് വർഷങ്ങളായിട്ട് ഇവർ ഈ ഷോ റൺ ചെയ്യുന്നു, ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആരെതിർക്കാൻ? ട്രൂമാനോട് ഇത്തിരിയെങ്കിലും സ്നേഹമുള്ളത് ഇവൾക്ക് മാത്രമാണ്, അതുകൊണ്ടാണ് ഇവൾ എതിർക്കുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഇത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് അത്ര തന്നെ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം അവരുടെ ഈ കെണിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ട്രൂമാൻ പുറത്തു വരുമെന്ന് സിൽവിയ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അന്ന് ആ ഒരു ഷോയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ഇത്രയും നാൾ അവൾ അവന് വേണ്ടി കാത്തിരുന്നു, ഇനിയും കാത്തിരിക്കും. പിന്നീട് അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങൾ ട്രൂമാൻ സാധാരണ പോലൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരൻ ആക്ട് ചെയ്തത്. അതായത് രാവിലെ എണീക്കുന്നു, ഓഫീസിൽ പോകാൻ തയ്യാറാവുന്നു, അയൽക്കാരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, ഇൻ കേസ് ഞാൻ നിങ്ങളെ ഇന്ന് കണ്ടില്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, ഇതൊക്കെ തന്നെ പറഞ്ഞ് നേരത്തെ കൂട്ട് സംശയത്തിന്റെ പേരിൽ അതൊന്നും കാണിച്ചു കൂട്ടാതെ വളരെ നോർമലായിട്ട് കുറച്ച് അങ്ങനെ പോയി. എന്നാൽ ഒരു ദിവസം ഒരു രാത്രി പുള്ളിക്കാരൻ കിടന്നുറങ്ങുമ്പോൾ സാധാരണ പോലെ അല്ലാതെ മൊത്തം പുതപ്പ് വെച്ച് പുതപ്പ് മൂടി അങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്. കുറേ സമയമായിട്ടും യാതൊരു ചലനവും ഇല്ല. രാത്രിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിയുന്നതായിട്ട് പോലും കാണുന്നില്ല. എന്തോ സംശയം തോന്നിയ ഡയറക്ടർ അവിടുത്തെ സൗണ്ട് ഓൺ ചെയ്ത് കേൾപ്പിക്കാൻ പറയുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്, ആൾ കൂർക്കം വലിക്കുന്ന സൗണ്ട് കേൾക്കാം, എന്നാലും എന്തോ പ്രശ്നമുണ്ടല്ലോ. ആക്ച്വലി സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്നാലും ഒരു തരത്തിലുള്ള അനക്കവും ഇല്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ മണിക്കൂറുകളോളം കിടന്നുറങ്ങാൻ പറ്റുന്നത്? ഇത് പ്രശ്നമാണ്. ട്രൂമാൻ അവിടെ തന്നെ ഉണ്ടെന്ന് കൺഫേം ചെയ്തേ പറ്റൂ. ഡയറക്ടർ ഉടനെ ആളെ അയച്ചു. നമ്മുടെ ഹീറോയുടെ ഉറ്റ സുഹൃത്ത് മാർലോണാണ് ചെന്ന് നോക്കുന്നത്. പുള്ളി വലിയ കാര്യത്തിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കാണാൻ പറ്റുന്ന കാഴ്ചയോ, ട്രൂമാൻ അവിടെ ഒരു പാവയെ സെറ്റ് ചെയ്ത് അവൻ കിടന്നുറങ്ങുന്ന പോലെ വെച്ചിട്ട് ഒരു ടേപ്പ് റെക്കോർഡറിൽ അവൻ കൂർക്കം വലിക്കുന്ന ശബ്ദവും സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ച് എല്ലാവരെയും പറ്റിച്ച് ട്രൂമാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇതുവരെ രക്ഷപ്പെട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരിക്കും പുള്ളിക്കാരൻ ഇപ്പോൾ. കാര്യങ്ങൾ ഇങ്ങനെ ആയതോടെ മെയിൻ ക്യാരക്ടർ മിസ്സായതോടെ ഡയറക്ടർ ലൈവ് കട്ട് ചെയ്തു. 10-29 വർഷമായിട്ട് തുടർച്ചയായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോ ആണ്. ഇന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. തുടർന്ന് എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് അന്വേഷണം നടത്തുന്നു. ഇവിടെയുള്ള ആക്ടേഴ്സ് എല്ലാം കൈ കോർത്ത് പിടിച്ച് ട്രൂമാൻ എവിടെയുണ്ടെന്ന് റോഡിലൂടെയൊക്കെ നടന്ന് ഏത് വഴിയാണ് പോയിരിക്കുന്നതെന്ന് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടുന്ന് റോഡ് മാർഗം പുറത്ത് പോകാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും ക്യാമറയിൽ അത് പതിയേണ്ടതാണ്. അങ്ങനെ ഒരു വിഷ്വൽ ഇവർക്ക് കിട്ടിയിട്ടില്ല. അതിനർത്ഥം ട്രൂമാൻ കടൽ മാർഗമാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഈ രാത്രി സമയത്ത് കടലിലൊക്കെ പോയി എങ്ങനെ അന്വേഷണം നടത്താനാണ്? വെട്ടം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ, വെട്ടം ഉണ്ടായേ പറ്റൂ. ഉടനെ തന്നെ ഇവർ സൂര്യനെ ഉദിപ്പിച്ചു. ഇത് ചെറിയ സെറ്റപ്പ് ഒന്നുമല്ല. ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് സൂര്യനെ കൊണ്ടുവരാൻ പറ്റും, ആവശ്യമുള്ള സമയത്ത് മൂണിനെ കൊണ്ടുവരാൻ പറ്റും. താഴെ ഐലൻഡിലുള്ള ട്രൂമാനൊക്കെ നോക്കുമ്പോൾ മുകളിൽ കാണുന്ന ആ ഒരു മൂൺ, അതിനകത്താണ് ശരിക്കും ഡയറക്ടറും അവരുടെ ക്രൂ ഒക്കെ ഉള്ളത്. താഴെ നോക്കുമ്പോൾ ഒരു മൂണ് പോലെയൊക്കെ തോന്നുമെങ്കിലും അതൊരു സ്റ്റുഡിയോ ആണ്. ഇപ്പൊ എന്തായാലും നമ്മുടെ ട്രൂമാൻ ഒരു ബോട്ടിൽ കടൽ മാർഗം അങ്ങനെ രക്ഷപ്പെട്ടു പോവാണ്. വർഷങ്ങൾക്ക് മുമ്പേ അവന്റെ മനസ്സിൽ കയറിയ ആ പേടി എങ്ങനെയോ അവൻ ഓവർകം ചെയ്തു. കഴിഞ്ഞ ദിവസം അവന്റെ അച്ഛനെ തിരിച്ചു കിട്ടിയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു പേടി കുറഞ്ഞിട്ടുണ്ടാവാം. ട്രൂമാനെ കണ്ടെത്തിയതോടെ പിന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള ഭയങ്കര പ്രഷറും കാരണം ഡയറക്ടർ വീണ്ടും ഷോ ലൈവ് ആക്കുന്നുണ്ട്. ഇപ്പൊ ലോകമെമ്പാടുള്ള പ്രേക്ഷകർ കാണുന്നത് ട്രൂമാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നതാണ്. ഒത്തിരി ആളുകൾ ട്രൂമാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരിവിടുന്ന് രക്ഷപ്പെട്ടു പോവാണെങ്കിൽ അത് വലിയൊരു സംഭവമല്ലേ? മാഗസീനിലെ ചിത്രങ്ങളൊക്കെ കീറിയെടുത്ത് കണ്ണും മൂക്കും ഒക്കെ ചേർത്തൊട്ടിച്ച് ഏതാണ്ട് സിൽവിയെ പോലിരിക്കുന്ന ഒരു രൂപ അവൻ ഉണ്ടാക്കിയിരുന്നു. അതും അവന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ലൈവായിട്ട് കാണുമ്പോൾ സിൽവിക്ക് ഒരുപാട് സന്തോഷം. ട്രൂമാൻ ഇവിടെ വരെ എത്താൻ പറ്റി, എന്നാൽ ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താണെന്നാൽ കടലിൽ തിരമാലകൾ ഉണ്ടാക്കാൻ പോലും ഈ ക്രൂവിനെ കൊണ്ട് സാധിക്കും. അതിനുള്ള സെറ്റപ്പ് പോലും ഉണ്ട് ഇവർക്ക്. അങ്ങനെ തിരമാല ഉണ്ടാക്കി 2-3 തവണ ട്രൂമാന്റെ ബോട്ട് തകർക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യലി വെതർ ക്രിയേറ്റ് ചെയ്ത് മഴ പെയ്യിക്കുന്നു, ഭയങ്കര തിരമാല, ബോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെ കണ്ട് പേടിച്ച് ട്രൂമാൻ ഇനി തിരിച്ചു പോകുന്നോളൂ എന്നാണ് ഇവരുടെ പ്രതീക്ഷ. എന്നാൽ ഇനി ഒരു തിരിച്ചുപോക്കില്ലെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഒന്നുകിൽ താൻ ജീവനോടെ ഇവിടുന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ ഈ കടലിൽ മുങ്ങി മരിക്കും. ഇടിമിന്നലും മഴയും കാറ്റും ഒക്കെ ആയതോടെ ട്രൂമാൻ ബോട്ടിൽ നിന്ന് തെറിച്ച് താഴെ വീഴുന്നുണ്ട്. സ്റ്റിൽ അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൻ തിരിച്ച് ബോട്ടിൽ കയറിയതൊക്കെ കണ്ടപ്പോഴേക്കും ജനങ്ങൾക്ക് ആവേശമായി. എങ്ങനെയെങ്കിലും അവനോട് രക്ഷപ്പെടാൻ പറ്റിയാൽ മതി എന്നായി പ്രേക്ഷകർക്കൊക്കെ. ക്രൂവിന് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം അവർ ചെയ്തു. വെതർ മാക്സിമം ഇന്റൻസിറ്റിയിൽ കൂട്ടി. ഒരു പോയിന്റിൽ ബോട്ട് ഒരു സൈഡിലേക്ക് മറിഞ്ഞ് അതിലുണ്ടായിരുന്ന ട്രൂമാൻ കുറച്ച് സമയം വെള്ളം കുടിച്ച് കുറച്ച് സമയത്തേക്ക് കുറച്ച് സെക്കൻഡുകളിലേക്ക് അൺകോൺഷ്യസ് ആയി പോകുന്ന അവസ്ഥ വരെ എത്തുന്നുണ്ട്. ഇത്രയൊക്കെ ആയതോടെ ഇനിയിപ്പോൾ അവൻ രക്ഷയില്ല, അവൻ തിരിച്ചു പോകുന്നുള്ളൂ എന്നുള്ള പ്രതീക്ഷയിൽ ഇവർ വെതറെല്ലാം പഴയ പോലെ നോർമലാക്കി. മരണത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞു. ഇനിയും ട്രൂമാൻ റിസ്ക് എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോന്നൽ ശരിയാണ്. കാരണം ട്രൂമാൻ പിന്നെയും
പിന്നെയും മുന്നോട്ട് തന്നെ പോകുന്നു. അങ്ങനെ കുറേ അങ്ങോട്ട് മുന്നോട്ട് ചെന്നപ്പോൾ ഇവൻ്റെ ബോട്ട് എവിടെയോ തട്ടി നിൽക്കുന്നുണ്ട്. അല്ല ഇതിപ്പോൾ എന്താ സംഭവം? ഇത് എവിടെയാണ് ബോട്ട് തട്ടിയത്? മുന്നിലൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. സംഭവം എന്താണെന്നാൽ ചുറ്റുപാടുള്ള ആകാശത്തിൻ്റെയും കടലിൻ്റെയും ആ ഒരു റിഫ്ലക്ഷൻ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അതേ കളറിൽ അതേ പെയിൻസ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വലിയ മതിലുകൾ അവിടെ പണിത് വെച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടിയാണോ ഇവിടെ വരെ വന്നത്? ഇനി എങ്ങനെ അപ്പുറത്തോട്ട് പോകാൻ പറ്റും? കടലിന് നടുക്ക് ഇവരിങ്ങനെ ഇതുപോലെ വലിയ മതിലുണ്ടാക്കി വെക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പാവം ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെ ആയല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നുണ്ട്. ഇത് മറികടന്ന് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. എന്നാലും ഈ മതിലിന് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ പതിയെ അതിൻ്റെ വക്കത്തോട് ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ മുന്നോട്ട് നടന്നു ചെല്ലുമ്പോൾ ദേ അവിടെ ഒരു പടിക്കെട്ടുണ്ട്. പടി കയറി ചെല്ലുന്നത് ഒരു ഡോറിൻ്റെ അടുത്തേക്കാണ്. ആ ഡോർ വഴി പുറത്ത് കിടക്കാൻ സാധിക്കും. ഭാഗ്യം, അങ്ങനെ ഒടുക്കം നമ്മുടെ ട്രൂമാൻ വഴി കണ്ടുപിടിച്ചു. ഇതാണ് ഇവിടുന്ന് പുറത്ത് കിടക്കാനുള്ള ഒരേ ഒരു വഴി. അങ്ങനെ ഫൈനലി നമ്മുടെ ഹീറോ ആ പടി കയറി ചെന്ന് വാതിൽ വഴി പുറത്ത് കിടക്കാൻ തുടങ്ങുമ്പോൾ ഡയറക്ടർ വലിയ സ്പീക്കറുകളിലൂടെ ട്രൂമാനോട് സംസാരിക്കുവാണ്. ട്രൂമാൻ, ഞാനാണ് ഈ ഷോയുടെ ക്രിയേറ്റർ. ലക്ഷക്കണക്കിന് ആളുകളെ ഇൻസ്പയർ ചെയ്ത് ഈ ഷോ ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. എന്നാൽ നീയാണ് ഇതിലെ താരം. ഇത് നിന്റെ ഷോ ആണ്. നീ ഇപ്പോൾ പോകാൻ ശ്രമിക്കുന്ന ആ ലോകത്ത് നീ ഇവിടെ കണ്ടതിൽ കൂടുതലായി ഒന്നുമില്ല. അതേ ലോകം തന്നെയാണ് ഞാനിവിടെ നിനക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ നീ സേഫ് ആണ്. നിനക്കെതിരെ ഒരു പ്രശ്നവും വരത്തില്ല. സദാസമയം ഞങ്ങൾ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വിട്ടുകളഞ്ഞ് നിനക്ക് ആ ഒരു തിന്മ നിറഞ്ഞ ലോകത്തിലേക്ക് പോകണോ? നീ എൻ്റെ കൺമുന്നിലാണ് ജനിച്ചത്. നിന്റെ കുട്ടിക്കാലം, നീ വളർന്നത്, നിന്റെ ചേഷ്ടകളെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ വിശ്വസിക്ക് ട്രൂമാൻ, നീ ഇവിടെ നിൽക്കേണ്ടവനാണ്. ഇതാണ് നിന്റെ ലോകം. ഇങ്ങനെയൊക്കെ ഡയറക്ടർ ഇങ്ങനെ പറയുവാണ്. ഇത്രയും വർഷമായിട്ട് ട്രൂമാനെ കണ്ട് അവൻ എന്തൊക്കെ ചെയ്യും, എങ്ങനെ ചെയ്യുമെന്ന് അറിയാവുന്ന ആളല്ലേ. സോ അങ്ങേർക്ക് അറിയാം അവനെ എങ്ങനെ കൺവിൻസ് ചെയ്യണമെന്ന്. റിയൽ വേൾഡിലുള്ള നമ്മുടെ സിൽവിക്കൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ട്രൂമാൻ്റെ മനസ്സ് മാറരുത്, അവൻ റിയൽ വേൾഡിൽ വരണമെന്ന് അവൾ അതിയായി ആഗ്രഹിക്കുന്നു. ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞതൊക്കെ കേട്ട് നമ്മുടെ ട്രൂമാൻ ആവട്ടെ, ഇൻ കേസ് ഞാൻ നിങ്ങളെ വീണ്ടും കണ്ടില്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്. അവസാനമായിട്ട് ഇത്രയും മാത്രം പറഞ്ഞ് റിയൽ വേൾഡിലേക്ക് പോയി. പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും, നമ്മുടെ സിൽവിയയ്ക്ക് ഉൾപ്പെടെ എല്ലാവർക്കും സന്തോഷമായി. ഭയങ്കര സന്തോഷത്തിൽ ട്രൂമാനെ കാണാനായി സിൽവിയ പോകുന്നത് കാണാം. അങ്ങനെ ഫൈനലി ട്രൂമാൻ രക്ഷപ്പെട്ടു. 29 വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഷോയും അവസാനിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കാണുന്ന ടൈപ്പ് ഓഫ് ഒരു പടമാണ്. എപ്പോൾ കണ്ടാലും ആ ഒരു ഫീല് നമുക്ക് തരാൻ പറ്റുന്ന മൂവിയാണ്. പിന്നെ നമ്മുടെ ഹീറോ ജിം ക്യാരി, പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇമാതിരി റോളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നൊരു വിധമുണ്ട്. കണ്ടിരിക്കാൻ എന്തൊരു രസമാണെന്ന്. പുള്ളിയുടെ ചില മാൻഡ്രസുകളൊക്കെ ചുമ്മാ പീക്കാണ്, എക്സ്ട്രീമാണ്. ചില ആക്ഷൻസിലൂടെ പുള്ളി നമ്മളെ ചിരിപ്പിക്കും. ഇതും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മൊമെന്റ്സ് ഉള്ള സിനിമയാണ്. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സിനിമയുടെ കഥ അറിയാം. എന്നാലും ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒക്കെ സജസ്റ്റ് ചെയ്യാം, അവർക്ക് കാണിച്ചു കൊടുക്കാം. അങ്ങനെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. മാക്സിമം ലൈക്ക് വരട്ടെ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു അടിപൊളി സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം.